ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ദ മൗതിഹി, മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുന്നതാണ്, നീ തന്നെയാണ് വലിയവനല്ലോ, നീ തന്നെയാണ് വലിയവനല്ലോ എന്ന് മരണത്തിന്റെ സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുകയാണ്. നമ്മളങ്ങനെ മരിച്ചാ പോരാ, നമ്മളങ്ങനെ മരിച്ചാ പോരാ, പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയോ? അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. മടങ്ങി വാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തേക്ക് വാ എന്ന് പറഞ്ഞ് മലക്കുകൾ വന്ന് നമ്മെ വിളിക്കുന്ന മരണോ. കൊതിയില്ലേ, കൊതിയില്ലേ പ്രിയപ്പെട്ടവരെ? ഉംറയ്ക്ക് പോയി മടങ്ങി വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരെത്രയാ? പള്ളിക്കല്ലുമുണ്ടല്ലോ, പള്ളിക്കല്ലുമുണ്ടല്ലോ അങ്ങനെ മരണപ്പെട്ടു പോയവര്. എത്രയെത്ര മരണങ്ങളാ! കഴുത്തട്ടി പോയത്, ചതഞ്ഞരഞ്ഞു പോയത്, പുഴയിലേക്ക് വാഹനം മറിഞ്ഞു പോയത്. പ്രിയപ്പെട്ട ഉമ്മയും മക്കളും ഗ്യാസ് പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്കകത്തിരുന്നൊരു തീകോളം തറസ് പൊട്ടി മുകളിലേക്ക് ഉയർന്നു പോയപ്പോ കരിക്കട്ട പോലെ നിലത്ത് വന്ന് വീണ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ശരീരങ്ങള് എപ്പോഴെന്നറിയില്ല അല്ലോ, എപ്പോഴെന്നറിയില്ല റബ്ബേ, എപ്പോഴെന്നറിയില്ല പടച്ചവനെ. പള്ളിക്കൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്ന മരിച്ചു പോയല്ലോ. ഈ നാടുമായി കല്ലമ്പലവും പള്ളിക്കലുമായി നല്ല ബന്ധമുള്ള ഈ വിനിതന്റെ പ്രിയപ്പെട്ട ഉപ്പ പോയി 2 കൊല്ലമായി. നിങ്ങളിൽ പലരും പോയി വർഷങ്ങളായി. അല്ലാഹുവേ, അല്ലാഹുവേ പടച്ചവനെ, ആ റൂഹ് പിരിയുന്ന സമയം അല്ലാഹു വലിയവനാണെന്ന് സമ്മതിക്കുന്നതിന് മുമ്പ് ഇപ്പോ ഈ കസേരയിലിരുന്നങ്ങ് സമ്മതിക്കണം. ചെറുപ്പക്കാരാ, എനിക്കൊരു കഴിവുമില്ല അല്ലോ, എനിക്കൊരു വലിപ്പവുമില്ല അല്ലോ, ഞാൻ സാധുവാണ് റബ്ബേ. ഒരു ചെറിയ പനി വന്നാൽ തീരുന്ന ജീവിതമാണ്, ഒരു ചെറിയ തലവേദന വന്നാൽ കഴിഞ്ഞല്ലോ മനുഷ്യന്റെ ശക്തി. പിന്നെ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നെകളിപ്പോടെ അഹങ്കാരത്തോടെ നുരയും പറയും പൊന്തുന്ന അഹംഭാവത്തോടെ പുറത്തിറങ്ങി നടക്കുമ്പോ കല്യാണത്തിന് പോയി 100 കണക്കിന് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ശരീരം പ്രകടമാക്കുന്ന പെണ്ണേ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ വലിപ്പത്തെ ഇപ്പോഴേ തിരിച്ചറിഞ്ഞോ, ഇപ്പോഴേ മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം നമുക്ക് വേണ്ടേ? അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ എന്റെ പെങ്ങളെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഖബറിന്റെ ഉടമയായത്? പള്ളിക്കലിലെ പെങ്ങളോട് ഞാൻ ഈ ചരിത്രം പറയുമ്പോ അല്പ സങ്കടത്തോടുകൂടിയാ പറയുന്നത്. എന്തിനെന്നറിയോ? എത്ര കൊല്ലം അത് പറഞ്ഞാലും, എത്ര വാത് കേട്ടാലും മനംമാറ്റത്തിന്റെ മാത്രം മുഴങ്ങാത്ത കൽവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പൊന്നുമോളെ, ഖബറിന്റെ അകത്ത് ആരോരുമില്ലാത്ത ഖബർ, ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ. അല്ലാഹുവേ, ഈ ഖൗമിനെന്താണ് പേടിയാകാത്തതല്ലോ? എന്താണ് അവർക്ക് ഭയം വരാത്തതല്ലോ? ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അകത്ത് ആരുമില്ല മുസ്ലിമേ, ആരുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഈ ഖബറിന്റെ അകത്തിരുന്ന് എപ്പോഴും സൗന്ദര്യം ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിരിക്കും നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇത് മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്, ഇത് മാശിത്ത റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. എന്തേ മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബർ ഇങ്ങനെ സുഗന്ധം പുറത്തു വരാൻ കാരണം എന്തേ? എത്രയോ ഖബർ പൊട്ടി ചീഞ്ഞടിഞ്ഞ് ദുർഗന്ധം പുറത്തു വരികയാ. മാശിത്ത റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്ന് സുഗന്ധം പുറത്തു വരാൻ കാരണം എന്തേ? എന്റെ പെങ്ങളെ പഠിച്ചോ, അരിവ് നമസ്കാരം കളാക്കിയിട്ട് സാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന പെങ്ങള് ലോഹർ നമസ്കാരം കളാക്കിയിട്ട് കല്യാണ ഓഡിറ്റോറിയത്തിൽ കണ്ടവന് മുഖം കൊടുക്കാൻ, പള്ള കാണിക്കാൻ, നമ്പർ കൊടുക്കാൻ, ചിരി കൊടുക്കാൻ അല്ലാഹയെ മറന്ന് കറങ്ങുന്ന പെണ്ണേ, മാശിത്ത റളിയല്ലാഹു തആല മുസ്ലിമാണെന്നറിഞ്ഞപ്പോ മാശിത്ത റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് മാശിത്ത റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. ആ മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ രണ്ട് കൈയും പിടിച്ച് കെട്ടുകയാണ്. മാഷിത്ത റളിയല്ലാഹു അൻഹ നിലവിളിക്കുകയാണ്, മണലാരണ്യത്തിൽ കിടത്തി ഉരുട്ടുകയാണ്. എന്നിട്ട് മനസ്സ് മാറാത്തത് കൊണ്ട് മാഷിത്തയുടെ കൈകാലിന്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇത് കെട്ടുകഥയല്ല, ഇത് നോവലല്ല, ഇത് ചെറുകഥയല്ല, ലോക ചരിത്രം കണ്ട് പൊട്ടിക്കരഞ്ഞു പോയ രംഗമാണ്. ഇന്നും ആ ചരിത്രം ആകാശത്തിന് സങ്കടമാണ്. ഇന്നും ആ ചരിത്രം, എന്റെ പ്രിയമുള്ളവരെ, മദീനയുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ വേദനയാണ്. ആർക്കാണ് സഹിക്കാൻ പറ്റുക? മാഷിത്ത റളിയല്ലാഹു അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പ് കൊണ്ടുവന്നു. പെണ്ണെ മാഷിത്ത, കുറച്ചു സമയം കഴിയുന്നതിന് മുമ്പ് ഈ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് നിന്നെ വലിച്ചെറിയും പെണ്ണെ. അല്ലാഹുവിന്റെ വലിപ്പത്തരത്തെ നിഷേധിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ആ പടച്ചവനക്കാരനെ ഒരാളെ റബ്ബായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് ആരോഗ്യം തന്ന അല്ലാ, കണ്ണ് തന്ന അല്ലാ, സുഖം തന്ന അല്ലാ, മറന്നില്ലേ പള്ളിക്കലിലെ പെങ്ങളെ ലിറ്റിക്കു ചുണ്ടിൽ പുരട്ടുമ്പോ അല്ലാഹു കുഷ്ഠരോഗം ലോകത്ത് കൊടുത്ത പെണ്ണിനെ കുറിച്ച് എന്റെ പള്ളിക്കലിൽ വന്ന പെങ്ങളെ നീ ആലോചിക്കണം പൊന്നുമോളെ, ആലോചിക്കണം പൊന്നുമോളെ. ഭർത്താവിനെ മറന്നുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തെ വാതില് ആരോഗ്യമുള്ള ജിമ്മിന് പോകുന്ന ചെറുപ്പക്കാരന്റെ മസിൽ കണ്ടു കൊതിച്ചിട്ട് പാതിരാവിന്റെ തണുപ്പൊന്ന് ചൂടാക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് അറവൊരുക്കുന്ന പെണ്ണേ, ഒരു കുടുംബ ജീവിതം കിട്ടാൻ വേണ്ടി അല്ലാഹുവേ ഒരുപാട് പണപ്പിരിവ് നടത്തിയിട്ട് തികയാതെ വന്നപ്പോ ചുരിദാറിന്റെ ഷാള് കഴുത്തിൽ തൂക്കിയിട്ട് യതീമീങ്ങളായ എത്ര പെൺമക്കളോ കേരളത്തിന്റെ മണ്ണിലെ ചപ്പടങ്ങിയിറന്ന് എന്റെ പ്രിയപ്പെട്ട അടുക്കളയുടെ പിന്നാപുറത്തെ വാതില് കണ്ടവന് തുറന്നു കൊടുക്കുന്ന പെണ്ണേ, നീ ചിന്തിക്കണം പെണ്ണേ, നീ ചിന്തിക്കണം പെണ്ണേ, നീ ചിന്തിക്കണം പെണ്ണേ. മാഷിത്ത റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചവനാണ് വലുത്, എനിക്ക് പേടിയില്ല. മാഷിത്തയുടെ വാപ്പ പറഞ്ഞു, എന്നാൽ ആ മാഷിത്തയുടെ മക്കളെ കൊണ്ടുവന്ന എണ്ണയിലറിയുക 3 മക്കളാ, 3 പെൺമക്കളാ, 3 പെൺമക്കളാ. മൂത്ത പെൺകുട്ടിയെ കൊണ്ടുവന്ന് 6 വയസ്സ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഉമ്മ നോക്കി നിൽക്കുമ്പോ പൊന്നുമോളെ തിളച്ചു മറിയുന്ന എണ്ണയിൽ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മാന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിന്റെ കത്ത് കിടന്ന് നിലവിളിക്കുമ്പോഴും മാഷിത്ത റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ മനസ്സ് മാറൂല. കേവലം ഒരു വൈഡൂര്യത്തിന്റെ കല്ലുവിരൽ മോതിരമായിട്ട് കിട്ടിയപ്പോ പടച്ചവനെ മറന്ന പെണ്ണേ, സുഖം കിട്ടിയപ്പോ, സന്തോഷം കിട്ടിയപ്പോ അല്ലാഹെ മറന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്ന ചെറുപ്പക്കാരാ. അല്ലാഹ് പൊറുപ്പ് തരട്ടെ പോലെ പള്ളിക്കകത്ത് പോയി സംഘപൊട്ടി ദുആ ചെയ്യണോ, കണ്ണിളകി വീഴുന്ന തൗബ ചെയ്യണോ, കൽബ് പൊട്ടി പോകുന്ന തൗബ ചെയ്യുപോലെ അല്ലാഹ് പൊറുപ്പ് തരട്ടടോ. ഇത്രയും കാലമായിട്ട് പടച്ചവന്റെ മുമ്പിലൊന്ന് കരയാൻ പറ്റിയോ? മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ ഒരു പൊന്നുമോള് കരിഞ്ഞ ദുർഗന്ധം വരുന്നു. തിളച്ചു മറിയുന്ന എണ്ണയുടെ ടിന്ന് കാലിയാക്കി രണ്ടാമത് അതിനെ കാലിളയ കുഞ്ഞിനെ പിടിക്കുകയാണ്. മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പൊട്ടി. അല്ലാഹുവേ, മാതാവിന്റെ മാറിടത്തോടെ ചേർന്നിരുന്ന മുത്തം കൊടുക്കുന്ന രണ്ടാമത്തെ പൊന്നുമോളെ വലിച്ചെറിയുമ്പോ മൂന്നാമത്തെ കുഞ്ഞ് ചെറിയ പ്രായവാ. അല്ലാഹുവേ, മുലകുടി മാറാത്ത മൂന്നാമത്തെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച മാഷിത്തോ ഒരൽപ്പമൊന്ന് ചിന്തിച്ചു പോയി റബ്ബേ. എന്റെ ഈ പൊന്നുമോളെ കണ്ണു നിറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. മക്കളെ വാരി പുടരുന്ന പള്ളിക്കലിലെ ഉമ്മ, മക്കളെ സ്നേഹിക്കുന്ന കല്ലമ്പലത്തെ ഉമ്മ, നിന്റെ മക്കൾക്ക് പനി വന്നോ? ഉറക്കമില്ലാതെ പൊട്ടിക്കളയുന്ന സമുദായത്തിന്റെ മാതൃത്വത്തിന്റെ മാനവ സമുദായത്തിന് മാതൃക കൊടുക്കുന്ന മുസ്ലിം ഉമ്മമാരെ ലോകത്തേരുമാക്കാണ് സഹിക്കാൻ പറ്റുക. പക്ഷേ എന്റെ മക്കളെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ്. എന്റെ ജീവിതത്തെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ്. എന്റെ ദുനിയാവിനെക്കാളും എനിക്ക് വലുത് എന്റെ അല്ലാഹ്.
എന്ന് ചിന്തിച്ചു പോയ മാഷിത്ത, എങ്കിലും ഉമ്മയുടെ മനസ്സല്ലേ, ഉമ്മയുടെ മനസ്സല്ലേ, കുഞ്ഞിന്റെ കൽബല്ലേ, ആ കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് കണ്ണ് കഴകന്നു പോയി ആ കുഞ്ഞിനെ എണ്ണയിലേക്ക് എറിയാൻ പോകുമ്പോ വേണ്ട എന്നറിയാതെ മാഷിത്ത ഒരു വാക്ക് പറഞ്ഞു പോയപ്പോ, കിതാബ് പരിശോധിക്കണം മുസ്ലിമേ, ആ കിതാബിന്റെ ഉള്ളറകളിൽ സംസാരശേഷി അല്ലാഹു കൊടുക്കുന്ന പ്രായത്തിന് മുമ്പ് സംസാരിച്ച 4 മക്കളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോളെ ചരിത്രം പറയുന്നുണ്ട്. അതെ, ചെറിയ പ്രായത്തില് 2 വയസ്സിന് മുമ്പ് ഉമ്മയോട് വലിയ സ്ത്രീയെ പോലെ സംസാരിച്ച ഒരു കുഞ്ഞാണ് മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള്. ഉമ്മ, ഇതൊരു തീയല്ല ഉമ്മ, ഇതൊരു ചൂടല്ല ഉമ്മ, യഥാർത്ഥ തീയും ചൂടും ഒക്കെ നരകത്തിലാണ് ഉമ്മ. എന്റെ ഉമ്മച്ചയ്ക്ക് സ്വർഗം കിട്ടും ഉമ്മ, എനിക്ക് സ്വർഗം കിട്ടും ഉമ്മ. സംസാരിക്കുന്ന സമയമാകുന്നതിന് മുമ്പ് വേദനിക്കുന്ന ഉമ്മയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ ചരിത്രത്തിലെ 4ാമത്തെ കുട്ടിയാ മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോളെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പള്ളിക്കലിൽ വന്നവരെ, അല്ലാഹുവിന്റെ വലിപ്പത്തിനത്തെ അംഗീകരിക്കോ. നിന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതെന്താ? നിന്റെ സമ്പത്താണോ, നിന്റെ കൊട്ടാരമാണോ, നിന്റെ രാഷ്ട്രീയമാണോ, നിന്റെ അധികാരമാണോ, നിന്റെ സ്ഥാനമാനമാണോ, നിന്റെ കാമഭ്രാന്താണോ, നിന്റെ പണഭ്രാന്താണോ, നിന്റെ അധികാരത്വരയാണോ, നിന്റെ സിനിമാ പ്രേമമാണോ, നിന്റെ ആഡംബരമാണോ, നിന്റെ അഹങ്കാരമാണോ, നിന്റെ ആർത്തിയാണോ, നിന്റെ അഹംഭാവമാണോ, നിന്റെ അലങ്കാരമാണോ, നിന്റെ ആഡംബരമാണോ? അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ആ പണച്ചാന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നടന്നു പോകോ. എന്റെ ചെറുപ്പക്കാര് മനസ്സ് വെക്കുക, എന്റെ ചെറുപ്പക്കാര് മനസ്സ് വെക്കുക. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ മുത്ത റസൂൽ പറഞ്ഞു അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു അക്ബർ. ബദറിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പട്ടിണി കിടന്ന 313 സഹാബികൾ ആവേശത്തോടെ പറഞ്ഞു അല്ലാഹു അക്ബർ. നിങ്ങളെ കൊല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടെന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോ, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂ വഖാലൂ ഹസ്ബുനല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോ മതിയല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിപ്പോര ബദരീങ്ങൾ ബിരിയാണി കഴിക്കാൻ മാത്രമുള്ളവരല്ല, വിപ്ലവ പ്രഭാഷണത്തിന് മാത്രമുള്ളവരല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, മനമാറ്റത്തിന്റെ മാറ്റിൽ മുടക്കുന്ന പടക്കുതിരകളായി തിരുവനന്തപുരം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പെണ്ണിനും കള്ളിനും കഞ്ചാവിനും അടിപ്പെടാറ് ആൺകുട്ടികളെ പോലെ പടച്ചവന്റെ പൊരുത്തത്തിന് ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് തീരുമാനത്തോടെ ജീവിക്കാൻ ഇറങ്ങുക. അല്ലാഹുവിന്റെ മുമ്പിൽ, മുത്ത് റസൂലിന്റെ മുന്നിൽ ഒരു സിനിമയും തന്നെ വേട്ടയാടൂല, ഒരു സുന്ദരിയും തന്നെ വേട്ടയാടൂല, ഒരു ആഡംബരവും തന്നെ മാടി വിളിക്കൂല.